പൂക്കോയ തങ്ങളൊക്കെ അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. യാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടുനടക്കും. ആരെയിലൊക്കെ തറവാട്ടുകാരെയാണ് കൊണ്ടുനടക്കുക. പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ തീരുമാനം എടുക്കുന്നതിന് മുന്നേ തറവാട്ടുകാരെ യോഗം വിളിക്കും. ചാക്കീരികൾ, അങ്ങനെയൊക്കെയുള്ള ചങ്ങമ്പള്ളിക്കാർ, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ തറവാട്ടിൽ നിന്നുള്ള ആൾക്കാരൊരു യോഗം വിളിച്ചിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിക്കും. അങ്ങനെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം തീരുമാനം പറയും. അതെന്തിനാ തറവാട്ടുകാരെ വിളിക്കണത്? തറവാട്ടുകാരൻ തറവാടിത്തമുള്ള അഭിപ്രായമാണ് പറയുക. അതാണ് കാരണം. അതാണ് പാരമ്പര്യ ഗുണം എന്ന് പറയുന്നത്. അത് വലിയൊരു ഗുണമാണ്. പിന്നെ നമ്മളെ കാടേരി ഉസ്താദിനെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം ദർസെടുത്തുന്ന ഇരുമ്പ് ചോലയിൽ ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സയ്യിദുൽ ഉലമയുടെ ഉദ്ഘാടനം പ്രസംഗത്തിന് എന്നെ വിളിച്ചിരുന്നു. അപ്പം പോയി. അപ്പോൾ സയ്യിദുൽ ഉലമൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു പോയിൻ്റ് അതായിരുന്നു, പാരമ്പര്യമുള്ളവരിലേക്ക് ഇൽമ് ചേർന്നാൽ അത് വലിയ മഹത്വമായിരിക്കും എന്നാണ്. എല്ലാറ്റിനും ഒരു പാരമ്പര്യമുണ്ട്. ഇൽമിൻ്റെ പാരമ്പര്യമുള്ളവരിലേക്ക് ഇൽമ് ചേർന്നാൽ അത് വലിയൊരു മഹത്താണ്. അപ്പോൾ കാടേരി ഉസ്താദിൻ്റെ കുടുംബം ആലിമീങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബമാണ്. അതിലേക്ക് ഇൽമ് ചേർന്നപ്പോൾ വലിയ മഹത്വമായി. ഇൽമും സിയാദത്തും ഒരാളിൽ സംഗമിച്ചാൽ അത് രണ്ടാമത്തെ വലിയൊരു മഹത്വമാണ്. ഒരാൾ നേതാവുമായി അയാൾ ആലിമുമായി എന്നത് വലിയൊരു മഹത്വമാണ്. ഇൽമും സിയാദത്തും എങ്ങനെയും വായിക്കാം. സയ്യിദായ ആൾ ആലിമും കൂടി ആയാൽ വലിയ മഹത്വമായി എന്ന തരത്തിലും അതിനെ വായിക്കാൻ വേണ്ടി പറ്റും. ഇൽമും സിയാദത്തും ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അത് വലിയൊരു മഹത്വമാവും. സയ്യിദുൽ ഉലമ അന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം സാന്ദർഭികമായി ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അപ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത് ഒരു പാരമ്പര്യ ഗുണമായിരുന്നു. ബഹുമാനിക്കപ്പെടേണ്ട അർഹത, യോഗ്യത അദ്ദേഹത്തിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ശരിക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫോട്ടോ നമ്മൾ എടുത്തു നോക്കിയാൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫോട്ടോ എടുക്കുക. ഇങ്ങനെ തടിയില്ലാതെ നീണ്ടിട്ട് നെറ്റിത്തടം അല്പം മുൻവശത്തേക്ക് നിൽക്കുന്ന, കണ്ണ് കുഴിയിൽ പോയ, വെളുത്ത താടിയുള്ള, നീണ്ട താടിയുള്ള, ഒരു വെള്ള ശരീരമുള്ള പ്രകൃതക്കാരനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്താൽ കിട്ടും. അതിൻ്റെ പിക്ചർ എടുത്താൽ മതി. എങ്ങനെ? തടിയില്ലാതെ നീണ്ടിട്ട് നെറ്റിത്തട അല്പം മുൻവശത്തേക്ക് വന്ന്, കണ്ണ് കുഴിയിൽ പോയി, വെളുത്ത ശരീരപ്രകൃതമുള്ള നീണ്ട താടി വെച്ച ഒരാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. സിദ്ദീഖ് ഒരു തീരുമാനമാണ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആരും പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു. സാമാന്യം ചെറിയ കുട്ടിയാണ് സയ്യിദുനാ ഉസാമ റളിയല്ലാഹു അൻഹു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് സയ്യിദുനാ ഉസാമ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചെറുപ്പക്കാരനാണ്. നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഒരു യുദ്ധസംഘത്തിൻ്റെ നേതാവായി മഹാനവറുകളെ നിയോഗിച്ചു. പക്ഷേ മഹാനവറുകൾ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബി തങ്ങൾ വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ആദ്യമായി ചെയ്ത പ്രവർത്തനം ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ യുദ്ധത്തിന് അയക്കലാണ്. നാട്ടുകാരുടെ മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായി, ഈ സമയത്ത് എന്തിനാ ഇപ്പോൾ ഒരു യുദ്ധം? അതും ചെറിയ കുട്ടിയായ ഉസാമനെ മുമ്പിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരന്മാരായ ആൾക്കാർ, യുദ്ധതന്ത്രം അറിയുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ആരെങ്കിലും ഒരാളെ നേതാവാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് യുദ്ധസംഘത്തെ ഒന്ന് അഴിച്ചു പണിയൊക്കെ എടുത്തിട്ട് ആക്കതിനൊക്കെ പോയാൽ പോരേന്ന് ആൾക്കാർക്കിടയിലൊരു അഭിപ്രായം. പക്ഷെ ആരപ്പം അത് സിദ്ദീഖ് തങ്ങളോട് പറയാ? ഉമർ ഖത്താബ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നു. മൂപ്പരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് പറഞ്ഞു. ഉമർ ഖത്താബ് പറഞ്ഞു, ആ അഭിപ്രായം എനിക്കും ഉണ്ട് പറഞ്ഞു. ഞങ്ങൾ പോയി പറയാറുണ്ട്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാറുണ്ട്. അങ്ങനെ മൂപ്പര് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ,
ഈ സമയത്തൊരു യുദ്ധം വേണ്ടാന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. കുറച്ച് കഴിഞ്ഞ് യുദ്ധസംഘത്തേക്കൊന്ന് അലകുംപിടിയൊക്കെ ഒന്ന് മാറ്റി ഉഷാറാക്കി നേതൃസ്ഥാനത്ത് തഴക്കും പഴക്കമുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോരേ എന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി, എന്നിട്ട് അവർ തോറ്റു എന്ന് സങ്കല്പിച്ചോളി. തോറ്റത് കാരണം ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു. മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ കൊണ്ട് മദീനയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ മുന്നോട്ട് വെച്ച സംഘത്തെ തിരിച്ചു വിളിക്കൂലെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനെയാണ് എൻ്റെ അഭിപ്രായം എന്ന്. ആണ് നേതൃഗുണം എന്ന് പറഞ്ഞത്. എന്തിനാ നമ്മൾ തോനെ പറയേണ്ട ആവശ്യം? അതാണ് വലിയ അംഗീകാരമായിരുന്നു സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ. അതാണ് നിലപാട്. ആ നിലപാട് അംഗീകരിക്കപ്പെടും. തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നേതൃത്വം എങ്ങനെയാണെന്നുള്ളതിന് ആദ്യം സിദ്ദീഖുൽ അക്ബറിനെ പഠിച്ചാൽ മതി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ആൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ച ഒരാളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളെ ഞാൻ ഉമർ ഖത്താബ് നൊലോത്സാത്ത ആളാണെന്ന് അല്ല, ഇളകിയാന്നൊലോത്സ ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ചെറിയ കാരണം മതി മൂപ്പര് കരയാനേ, ചെറിയ എന്തേലും വിഷയം ഉണ്ടായാൽ മതി. ഒരു ദിവസം മദീന പള്ളിയുടെ ചെരുവിൽ നിന്ന് കുട്ടികൾ കരയുന്നത് പോലെയുള്ള കരച്ചിൽ കേൾക്കുന്നു. സഹാബത്ത് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. തലയിൽ കൈ ഇങ്ങനെ കെട്ടിയിട്ടാണ് നൊലോളി. തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട്. ഭയങ്കര കുട്ടികൾ കരയും പോലത്തെ കരച്ചിൽ. സഹാബത്ത് ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ? അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അതിൻ്റെ മുമ്പ് ഖലീഫ എന്നാണ് വിളിച്ചിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ എന്ന് വിളിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയപ്പോൾ ഖലീഫത്തു റസൂലില്ല, രണ്ട് ഖലീഫ പറയേണ്ടി വന്നു. അപ്പോൾ പിന്നെ എന്നാൽ ഞാൻ മാറ്റിയിട്ട് ചുരുക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ വിളിച്ചതാണ് അമീറുൽ മുഅ്മിനീൻ എന്ന പേര്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ എന്ന് വിളിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് പേര് വിളിക്കപ്പെട്ട ആള്. അപ്പോൾ പള്ളിൻ്റെ ചെരുവെന്ന് ഒരു കരച്ചിൽ. സാബത്ത് ചോദിച്ചു, എന്താന്ന് വിളിക്കണ ചോദിച്ചു. അതിൽ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തിങ്ങോട്ട് നോക്കി പറഞ്ഞു, ഒരു ഗോതമ്പിൻ്റെ മണിയുണ്ട് കയ്യിൽ, ഒറ്റ ഗോതമ്പിൻ്റെ മണി. സക്കാത്തിൻ്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്തി എന്നെ ഏൽപ്പിച്ചിട്ട് അതിൽപ്പെട്ട ഒരു ഗോതമ്പിൻ്റെ മണിയാണല്ലോ ഈ നഷ്ടപ്പെട്ടത്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോൾ പറയേ, മുഅ്മിനീങ്ങൾ നിന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച അമാനത്ത് ഇவ்விധം നീ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് എന്താണ് മറുപടി പറയുക എന്നാലോചിച്ച് കരഞ്ഞതാണെന്ന് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. രണ്ടു തരം ബോധങ്ങളുണ്ട് എന്നാണ്. ഒന്ന് അധികാരബോധം, മറ്റൊന്ന് അവകാശബോധം. അവകാശബോധം കൊണ്ട് ഒരു കാര്യമില്ല, അധികാരബോധം കൊണ്ടാണ് കാര്യമുള്ളത്. വാപ്പാക്ക് തോന്നുകയാണ് എനിക്ക് 3 ആൺകുട്ടികളുണ്ട്, ഓലൊക്കെ എന്നെ കാര്യമായി സഹായിക്കേണ്ടവരാണ് എന്ന് തോന്നിയാൽ അതിന് അവകാശബോധം എന്നാ പറയാം. 10-24 കൊല്ലം ഞാൻ ഓനെ നോക്കി വളർത്തിയിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ ഇന്നെക്കൊണ്ട് ചെയ്തത് ഇതാണല്ലോ എന്ന് വാപ്പാക്ക് തോന്നും. അത് അവകാശബോധമാണ്. 24 കൊല്ലം നോക്കിയതിന് ഓൻ കാര്യമായിട്ട് എന്തോ ഇങ്ങോട്ട് ചെയ്തു തരാണ്ട് അതൊന്നും ചെയ്തിട്ടില്ല, എനിക്കെന്തോ അവകാശം കിട്ടാനുണ്ട് എന്നുള്ള ബോധം ഒരു കാര്യമില്ല. പഠിച്ചോനെ 24 കൊല്ലം ഓനെ നോക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ട് നോക്കിയത് ശരിയായില്ലേ എന്നാലോചിക്കലാണ് അധികാരബോധം. അതുകൊണ്ടാണ് കാര്യമുള്ളത്. ഞാൻ ആരാണ് എന്ന തിരിച്ചറിവുകൊണ്ടേ കാര്യമുള്ളൂ, നിങ്ങൾ ആരാണ് എന്ന തിരിച്ചറിവ് കൊണ്ടല്ല കാര്യമുള്ളത്. അപ്പോൾ സദറിന് ഞാൻ സദറാണ് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാനുണ്ട് എന്നതിനെയാണ് അധികാരബോധം എന്ന് പറയുന്നത്.
എൻ്റെ സ്റ്റാഫുകൾ എനിക്ക് കുറേ ഇങ്ങോട്ട് തരാണ്ട് എന്നുള്ള ബോധത്തെ അവകാശബോധം എന്നാ പറയുക. യാതൊരു കാര്യം അതുകൊണ്ടില്ല, അധികാരബോധം കൊണ്ടാണ്. ഇതാണ് ഉമർ ഖത്താബിൻ്റെ ബോധം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ആള്. എന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത? എന്താ? സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സമാധാനം തകർക്കുന്ന ഒരു വിഷയത്തിനും തയ്യാറില്ല, ഒരു വിഷയത്തിനും തയ്യാറില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത് മാപ്പിളാര് കുത്തിയിട്ടാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത് മാപ്പിളാര് കുത്തിയിട്ട് തന്നെയാണ്. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ വലിയൊരു തർക്കമുണ്ടായി. ഗവർണറെ നിയമിച്ചത് ശരിയല്ല എന്നാണ് അഭിപ്രായം. അങ്ങനെ ആൾക്കാരെ കൂടിയും സംഘടിച്ച്, പട്ടാളക്കാരനെയാണ് എതിരുള്ളത്, എല്ലാവരും കൂടിയും സംഘടിച്ച് കണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൂഫയിലേക്ക് നിശ്ചയിച്ച ഗവർണർ ശരിയല്ല, അയാളെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരോപണ വിധേയനായ ആൾ, കുറ്റാരോപിതനായ ആളെ വിചാരണ നടത്താതെ തീരുമാനം എടുക്കാൻ കഴിയൂല. വന്നോര് പറഞ്ഞു, വിചാരണയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, തീരുമാനം ഇപ്പോൾ വേണം, അല്ലെങ്കിൽ കമ്മിറ്റി പിരിച്ചു വിട്ടാളിയാറും. ഒരു തയ്യാറില്ല, ഓരൊന്നും സമ്മതിക്കാൻ തയ്യാറില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിചാരണ നടക്കാതെ തീരുമാനം വരൂല. അങ്ങനെ അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ലെറ്റർ ബേഡ് കട്ടടിച്ചു. അതേമാതിരി ലെറ്റർ ബേഡൊക്കെ ഉണ്ടാക്കിയിട്ട് പട്ടാളക്കാർക്ക് കത്തയച്ചു. ഒരു ഡേറ്റും സമയമൊക്കെ വെച്ചു. ആഗസ്റ്റ് മാസം 24-ാം തീയതി 5 മണിക്ക് എല്ലാവരും മദീനത്തെത്തണം എന്നാണ് കത്തിലുള്ളത്. ആഗസ്റ്റ് മാസം 25-ാം തീയതി എൻ്റെ വക കൂട്ടിയതാണ്. എല്ലാവരും മദീനത്തേക്ക് എത്തണം എന്നാണ് കത്തിലുള്ളത്. എന്താ പരിപാടി വെച്ചാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്താണെന്ന് കരുതിയിട്ട് എല്ലാ ഭാഗത്തുള്ള പട്ടാളക്കാരും മദീനത്തേക്ക് വരും. ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തമ്മ് തച്ചുങ്ങാണ്ട് മൊത്തം തീർന്നോളും. അതാ പദ്ധതി. അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അലി ഉസ്മാനെ, ഈ കൊട്ടാരത്തിൻ്റെ ബാക്കിൽ കൂടെ ഞങ്ങളൊരു വഴി ഉണ്ടാക്കി തരാം. നിങ്ങൾ അയിക്കൂടെ പുറത്ത് കടന്നിട്ട് ഒന്നുകിൽ മക്കയിൽ പോയി നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം. രണ്ടാലൊന്ന് വേണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായില്ല. അവസാനം മതിൽ എടുത്തു ചാടിയ ശത്രുക്കൾ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടി. ഈ ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്നു എന്നതാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. നാലാമത്തെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ യോഗ്യത നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ ഇൽമിൻ്റെ പട്ടണവും അലി അതിലേക്കുള്ള വാതിലുമാണ്. വിവരത്തിന് അംഗീകാരം ലഭിക്കും, വിവരത്തിന് അംഗീകാരം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ള അംഗീകാരം. റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, സത്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഡ്യൂട്ടി 1500-1400 കൊല്ലം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ജിബ്രീലിന്. മീക്കായിലിന് ഇന്നലെയും പണിയുണ്ടായിരുന്നു. അങ്ങനെയല്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ ആളെ പോരിശ നോക്കുകയാണെങ്കിലോ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പോരിശയാണ് എന്തേ ഇൽമിന് ഖിദ്മത്തെടുത്തു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പോരിശ എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ശക്തിയുള്ള ആള്. സത്യത്തിലെ ഏറ്റവും വലിയ ശക്തി ഇൽമാണ്. വിവരത്തിൻ്റെ മേലെയുള്ള ഒരു ശക്തിയുമില്ല എന്നതാകുന്നു യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ഖൈറിനെ ഉദ്ദേശിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇൽമിന് ഖിദ്മത്തെടുക്കാൻ നമ്മൾ അധികാരപ്പെടുത്തി എന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു എന്ന ഹദീസ്. നിങ്ങളിൽ നിന്ന് ഏറ്റവും ഖൈറായ ആള് ഖുർആനിനെ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. അപ്പോൾ ഖൈറിൻ്റെ വഴിയിലേക്ക് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാകുന്നു ഇത്. മുത്തുനബി അഭിമാനത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഅല്ലിമാണ്. ഇന്നമാ ബുഇസ്തു
മുഅല്ലിമൻ മുയസ്സിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ യാത്രയാക്കിയിട്ടുള്ളത് ട്രെയിനിങ് ഉള്ള അധ്യാപകനായിട്ടാണ്. മുയസ്സിറ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഉള്ള ആള്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ, തീർച്ചയായും അള്ളാഹു എന്നെ പരിശീലനം സിദ്ധിച്ച അധ്യാപകനായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ അമ്പിയാക്കളും മുഅല്ലിമീങ്ങളായിരുന്നു. അമ്പിയാക്കൾ മുഴുവനും മുഅല്ലിമീങ്ങളും അധ്യാപകരുമായിരുന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. തലബുൽ ഇൽമി സാഅ, 1 മണിക്കൂർ വിദ്യാഭ്യാസം നേടുക എന്ന് ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മഹത്വം വേഗം മനസ്സിലാകും, മറ്റുള്ളവരെ മഹത്വം അത്ര മനസ്സിലാവില്ല. ഒരാൾ സാദാ സീതയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആൾക്കാരെ പറ്റി പറയല്ലോ, ഒരാൾ സാദാ സീത എന്നുള്ളത് നോർമൽ എന്നുള്ളതിൻ്റെ മലയാളം കേട്ടോ. ഒരാൾ സാദാ സീതയാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്വന്തം നിലവാരത്തെ തിരിച്ചറിയുന്ന ആൾ സാദാ സീതയാണ്. ഞാൻ ആരാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ അവൻ സാദാ സീതയാണ്. രണ്ടാമത്തത്, മറ്റുള്ളവർ ആരാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിലും സാദാ സീതയാണ്. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരെ കുറിച്ചറിയണം, വിദ്യാർത്ഥികളെ കുറിച്ചറിയണം, മുതഅല്ലിമീങ്ങളെ കുറിച്ചറിയണം. അപ്പോൾ വിദ്യാർത്ഥികളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളണം. അവിടെയാണ് പറഞ്ഞത്, ആയിഷ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ത്വലബുൽ ഇൽമി സാഅ, ഒരു സാഅത്ത് ഇൽമ പഠിക്കൽ ഖൈറും മിൻ അൽഫി റക്അ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. വേറൊരു റിവായത്തിലുണ്ട് ഖൈറും മിൻ സ്വലാത്തി ലൈല, ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാകുന്നു. അപ്പം നമ്മൾ മാത്രമല്ല മഹത്വമുള്ളവർ, അവരും മഹത്വമുള്ളവരാണ് എന്ന് ഉൾക്കൊള്ളുമ്പോഴാണ് സാദാ സീതയായിത്തീരുന്നത്. അപ്പോൾ ഒരു സാദാ സീത സദർമാരാവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രമാണ് വൈകിയ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തി പറയാനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ദാത ബൈനിനാ വഹ്ദിനാ സുബലസ്സലാമി വനജ്ജിനാ മിനൽ ദുലുമാതി ഇലൻ നൂർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.